ചോദിച്ചോ. മിസ് ചെയ്തോ? എന്ത് മിസ് ചെയ്തു? എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരുടെ ആദ്യ ദിവസം കണ്ടില്ലല്ലോ? ഇല്ല അങ്ങനെയായിരുന്നില്ലേ? ഞാൻ കണ്ടു. പിന്നെ പറയാന്നോ? അതിന്റെ അല്ലല്ലോ കറക്റ്റായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ നമ്മൾ വരാതിരിക്കുന്ന മോശം. കുഴപ്പമില്ലാത്തൊരു അഭിപ്രായമുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ട ആൾക്കാരെയൊക്കെ കണ്ടിട്ട് അവരുടെ അഭിപ്രായം അറിയാമെന്ന് വെച്ചു. കുഴപ്പമില്ല, നല്ലത് പറയണം. എങ്ങനെ പടത്തില് തിയേറ്ററില് സെക്കൻഡ് ഹാഫ് തൊട്ടാണ് പ്രേക്ഷകർ ഒന്നുകൂടെ എക്സൈറ്റഡ് ആയിട്ട് അടുത്ത് ആ ഒരു ഇന്റൻസിറ്റി ഉണ്ടാക്കുന്ന ഫീൽ ചെയ്യുന്നത്. ചേട്ടൻ പെർഫോമൻസ് ആയിട്ട് അങ്ങനെ തന്നെയാണ്. ഇതേപോലത്തെ കഥാപാത്രം ചെയ്യാൻ പറ്റിയൊരു ത്രില്ലറായിട്ടുള്ള ഹൈസ് ചെയ്യാൻ ചേട്ടൻ്റെ പേഴ്സണൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ലില്ല, എനിക്ക് സിനിമയാണ് ഹരം. അറിയാമോ? ലഹരി എല്ലാവരും വേഷങ്ങളും ഇവിടെ പോകും. അല്ല, നമ്മൾ ചെയ്ത കുറേ സിനിമകളിൽ പല സിനിമകളും നല്ലതുണ്ട്, മോശമുണ്ട്. അപ്പം അതിനകത്ത് ചില സിനിമകളിൽ എന്താ പറയണ്ടേ, ഇപ്പോൾ ഭയങ്കര സീസൺ ഭയങ്കര ഡള്ളല്ലേ മൊത്തത്തിൽ. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു സിനിമയിൽ ഒരു അഭിപ്രായം വരിക, വലിയ സിനിമയല്ലേ, ഈ സിനിമയിൽ അഭിപ്രായം വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ല. ഇന്നലെ വലിയ രീതിയിൽ സാധാരണ എന്തെങ്കിലും മിക്സർ വരും, അല്ലെങ്കിൽ ഭയങ്കര മോശം എന്ന് പറയും. ഇത് അങ്ങനെ വന്നില്ല. ഭയങ്കര മോശം എന്ന് പറഞ്ഞില്ല, പക്ഷേ നല്ലതെന്ന് പറയുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഒന്ന് പുഷ് ചെയ്ത് പോയാൽ, അല്ലെങ്കിൽ കുറച്ചൊരു വേർഡ് ഓഫ് മൗത്തിലൂടെ ഒന്ന് ആൾക്കാരൊക്കെ അറിഞ്ഞ സിനിമ നല്ലതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിരം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയിൽ നിന്ന് മാറിയിട്ട്, എന്ന് വെച്ചാൽ ഹൈസ്റ്റാണ്, ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ആ രീതിയിൽ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീമാണ് എല്ലാം കൊണ്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്ന് ആൾക്കാർ അറിഞ്ഞ് ഒരു അഭിപ്രായത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു കണ്ടന്റ് ഉണ്ട് സിനിമയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ വരും ആഴ്ചകളിൽ കുറച്ച് ആൾക്കാരോടെ വന്ന് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരക്കാട്ടില്ലാത്തൊരു സിനിമയായിട്ട് ഒരു മൊത്തത്തിലുള്ള അഭിപ്രായം വരാൻ സാധ്യത. ജൂലൈ മാസം തുടങ്ങി. അപ്പോൾ ഈ മാസം എത്ര പടങ്ങൾ ചേട്ടൻ വരാനുണ്ട്? ഈ മാസം ഇനി എസൻസ് സ്വാമി സാറിൻ്റെ പടമുണ്ട് ഈ മാസം 26-നുണ്ട്. പിന്നെ സൗബിൻ്റെ അമ്മയുടെ കൂടെ ബോബേട്ടൻ്റെ പടമുണ്ട്, മച്ചാൻ്റെ. പിന്നെ എൻ്റെ ഓണത്തിന് ദിലീപേട്ടൻ്റെ പടം ഉണ്ടാവും. പിന്നെ ഉമറിൻ്റെ ബാഡ് ബോയ്സ് ഉണ്ട്. പടങ്ങൾ കുറേ ആഘോഷം. അതും ഈ പറഞ്ഞ പോലെ സ്വാമി സാറ് എല്ലായിടത്തും പറയുന്നുണ്ട്. ഇവരൊരു പറയാത്ത സ്വാമി സാറ് 72ാമത്തെ വയസ്സിലൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ സിനിമയ്ക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. പുള്ളി ചെയ്ത സിനിമയാകുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ. അപ്പോൾ ആ സിനിമ കണ്ടന്റ് വൈസ് ഇതേ പറഞ്ഞ പോലെ ഒരു പുതുമയുള്ളൊരു സംഭവം പുള്ളി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന എനിക്കറിയില്ല. പക്ഷേ സ്റ്റിൽ ഒരു പുതിയൊരു കോൺസെപ്റ്റാണ് പുള്ളി മുന്നോട്ടെടുത്ത് വയ്ക്കുന്നത്. പുള്ളിയുടെ സിനിമകളിലുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു പരിപാടിയുണ്ട്. ആ സ്വഭാവമുണ്ട്, ഒരു ചെറിയൊരു ത്രില്ലർ സ്വഭാവത്തിലുള്ളൊരു സിനിമയാണ്. പക്ഷേ മർഡർ മിസ്റ്ററിയോ അല്ലെങ്കിൽ ക്രൈമൊന്നുമല്ല. പക്ഷേ എന്നാലും ആൾക്കാർക്ക് ഒന്ന് ഇരുന്ന് കണ്ടു പോകാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ഓക്കെ. എല്ലാവരും ബ്ലാക്ക് ഇട്ടതാണല്ലോ. തിരുവനന്തപുരത്ത് വന്ന് ഇവിടെ വന്ന്